ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസും സിനിമാ താരങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? അനസിന് ദുബായിലെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അധോലോകത്തെ സിനിമാ ബന്ധം സംബന്ധിച്ച ആരോപണങ്ങളും ഉയർന്നതാണ്. എന്നാൽ ന്യൂസ് 18 ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയതിന് പിന്നാലെ നടൻ വിനയ് ഫോർട്ട് വിശദീകരണവുമായി രംഗത്തെത്തി. അനസിന് മുൻ പരിചയമില്ലെന്നും ദുബായിലെ പരിപാടിയിൽ പങ്കെടുത്തതിൽ ജാഗ്രത കുറവുണ്ടായി എന്നുമാണ് വിനയ് ഫോർട്ട് പറയുന്നത്. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ചോദ്യം ചെയ്തു. ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിന്റെ ഉടമസ്ഥതയിലുള്ള ദുബായിലെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതോടെ പല സിനിമാ താരങ്ങളും വെട്ടിലായിരിക്കുകയാണ്. ശ്വേതാ മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം, വ്യവസായ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പരിപാടിയിൽ അനസിനൊപ്പം വേദി പങ്കിട്ടിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടതോടെയാണ് നടൻ വിനയ് ഫോർട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയത്. അനസിനെ അറിയില്ലെന്നും സ്ഥാപനത്തെക്കുറിച്ചോ ഉടമയെക്കുറിച്ചോ വ്യക്തമായി പരിശോധിക്കാതെയാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നുമാണ് നടൻ വിനയ് ഫോർട്ട് ന്യൂസ് 18നോട് പറഞ്ഞത്. ദുബായിലെ ലീഗൽ ഫെയിമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാണ് തന്നെ പരിപാടിക്ക് ക്ഷണിച്ചത്. അനസിന്റെ കൂടി പങ്കാളിത്തമുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിൽ ജാഗ്രത കുറവുണ്ടായെന്നും വിനയ് ഫോർട്ട് തുറന്നു പറഞ്ഞു. ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നൊന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്ന ഇങ്ങനത്തെ വിഷയങ്ങൾ. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷ്വറൻസില ഞാൻ പോയത്. അതിനിടെ കൊച്ചി അധോലോകത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ATSന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ലക്ഷ്യം. ക്രിമിനൽ കേസുകൾക്കൊപ്പം സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ മറ്റിടപാടുകളും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.